കഴിഞ്ഞ എപ്പിസോഡിൽ ഹരിദ്വാറിൽ നിന്ന് ഗോവിന്ദ്ഘട്ടിലേക്കും ഗോവിന്ദ്ഘട്ടിൽ നിന്ന് പൂലിന് വഴി ഗാംഗ്രിയ എന്ന് പറഞ്ഞ ഈ ചെറിയ വില്ലേജിലേക്കുള്ള ഒരു ട്രെക്കിംഗ് വിശേഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ രാവിലെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൂന്തോട്ടം കാണാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നലെ നടന്നു വന്ന ക്ഷീണമെല്ലാം മാറ്റി രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കും റൂമിൽ നിന്നിറങ്ങി. 5:30 ആയപ്പോഴേക്കും ഈ വെളിച്ചമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇതൊക്കെ അത്ഭുതമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് 5:30 എന്ന് പറഞ്ഞാൽ വളരെ ഇരുട്ടുള്ളൊരു സമയമല്ലേ. ഇവിടെ നിന്ന് തന്നെ 5:30 ആകുമ്പോഴേക്കും നമുക്കൊരു 6:30 7 മണിയൊക്കെ ആയൊരു ഫീലൊക്കെ തരും. രാവിലെ ആകുമ്പോഴേക്കും വീട്ടിലെ ആളുകളെല്ലാം സെറ്റായിരിക്കുന്നുണ്ടാവും. ഈ പോണിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി സെറ്റായിരിക്കും കേട്ടോ. ഈ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് വാലിയിലേക്ക് പോകാൻ പോണികളെ നമുക്ക് അധികം കിട്ടാറില്ല. കാരണം ചെറിയ ഇടവഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോവുക. അതുകൊണ്ട് വാലിയിലേക്ക് നമുക്ക് പോണികളില്ല. ഈ പോണികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹേംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഹേംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞ ഗുരുദ്വാരയിലേക്കുള്ള ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഗുരുദ്വാരയിലേക്ക് തീർത്ഥാടകരായിട്ട് ഒരുപാട് പ്രായമായ ആളുകളൊക്കെ വരും. അവരെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോണികൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല നടക്കാൻ അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഈ പോണികളുടെ മേലെ കയറിയിട്ടാണ് ഈ ഗുരുദ്വാരയിലേക്ക് പോകുന്നത്. വാലിയിലേക്ക് നമുക്ക് പോണികളേക്കാൾ കൂടുതൽ ഷെർപ്പാസിനെ കിട്ടും. അവരെ നമ്മളെ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എടുത്തുകൊണ്ട് വാലിയിൽ എത്തിച്ചേരും. കുഞ്ഞുങ്ങൾ തന്നെ ഒരുപാട് ചെറിയവരല്ല, ഒരു 10-12 വയസ്സുള്ള ആളുകളെയൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മളെ എടുക്കണമെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. ഇത്രയും വലിയ ആളുകളെ എങ്ങനെയാണ് ഇവർ എടുത്തുകൊണ്ട് നടന്നു പോകുന്നത് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബാഗ് തന്നെ എടുത്ത് നടക്കാൻ തോന്നില്ല. അതിനൊക്കെ ഒരു വെയിറ്റ് തോന്നുന്നൊരു സമയം. അപ്പോൾ നമുക്കിതൊക്കെ ഒരു അത്ഭുതമാണ്. അങ്ങോട്ട് കയറി പോകണം. വാലി ഓഫ് ഫ്ലവേഴ്സിലുള്ള എൻട്രി ഗേറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആധാർ കാർഡ് ഇവിടെ കമ്പൽസറി ആണ്. ആധാർ കാർഡ് കാണിച്ച് നമ്മൾ ഇവിടുന്ന് എൻട്രി പെർമിറ്റ് എടുക്കണം. ഏകദേശം 150 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് വരുന്നത്. ആ 150 രൂപ കൊടുത്ത് നമ്മളിവിടെ എൻട്രി ഫീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാലിയിലേക്ക് പ്രവേശിക്കാം. 7 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് വാലിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. വൈകുന്നേരം തിരിച്ച് 4 മണിക്കുള്ളിൽ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ എത്തണം. അത് കർശനമായിട്ട് ഇവർ പറഞ്ഞിട്ടേ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം കിട്ടും നമുക്ക്. ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് അവിടെ വെള്ളം കൂടാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മേലെ നിന്ന് മഞ്ഞുരുകുന്നതിനനുസരിച്ച് പുഴയിലെ വെള്ളം കൂടിയും കുറഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ തന്നെ പറയും ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ നടന്നു പോകാറുള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചെറിയ ചെറിയ പൂവൊക്കെ കണ്ടു തുടങ്ങും. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പൂക്കളെക്കുറിച്ചാണല്ലോ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ സൈഡിലുള്ള പൂവൊക്കെ തിന്നു തുടങ്ങും. ചെറിയ പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് ഒരു പുഷ്പവതി എന്ന റിവറിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നടന്നു പോകാം. ഈ പുഷ്പവതി എന്ന റിവറിന് ഈ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മഹാഭാരത സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്ത പാണ്ഡവർ നോക്കുമ്പോൾ ഈ പുഴയിലൂടെ എപ്പോഴും പൂക്കൾ ഇങ്ങനെ ഒഴുകി വരുന്നതുണ്ട്. അങ്ങനെ ഈ പൂക്കൾ ഒഴുകുന്ന നദി എന്ന് കണ്ടിട്ട് അവർ പുഷ്പവതി എന്നൊരു പേര് നൽകി എന്നാണ് ഐതിഹ്യം. ഈ പുഴ കടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഈ കല്ല് പതിച്ച ട്രെയിനിലൂടെ വേണം നമ്മൾ നടന്നു കയറാൻ. ചെറിയൊരു കാടുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിലൂടെ നടന്ന് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് മുകളിലേക്ക് കയറി ചെല്ലണം. ഈ കാടിനുള്ളിലൂടെ കയറി കുറച്ച് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ വാലി കാണുന്നൊരു വ്യൂ ഉണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ പുഴ താഴേക്കൂടെ ഒഴുകി പോകുന്ന സൗണ്ടും പിന്നെ രാവിലെ നമ്മൾ കയറിയോണ്ട് ആ സൺറൈസൊക്കെ കാണാനൊരു ഭംഗിയാണ്. മലയുടെ ഇടയിലൂടെയുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര വ്യൂ ആണ്. ആ വ്യൂ കടന്ന് നമ്മൾ നടന്നു കയറി കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിച്ച് കയറണം. കാരണം ഇതിന് ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടെയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് കുറച്ച് നാളിത് ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലൂടെ നടന്നു പോകാൻ. ഒരു വർഷത്തിൽ വെറും 6 മാസം മാത്രമേ സഞ്ചാരികൾക്ക് ഈ വാലിയിലേക്ക് പ്രവേശനമുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഇവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. ഈ മഞ്ഞുകാലം വരുന്ന ആ സമയം കൊണ്ട് തന്നെ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ടാവും കേട്ടോ. ഈ വാലിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന കുപ്പിയും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തിരിച്ച് അതുപോലെ കൊണ്ടുപോകാനും ഗാംഗ്രിയ എന്ന വില്ലേജിൽ വേസ്റ്റ് ബിന്നിൽ ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാലി യുനെസ്കോയുടെ ലോക ബയോസ്ഫിയർ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല അത്രയ്ക്കും നന്നായിട്ട് കാത്തു പരിപാലിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മളായിട്ട് പോയത് മലിനമാക്കരുത്. കാരണം ഇതൊക്കെ ഇതേ രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി ഒന്ന് വിചാരിക്കണം.
എന്തുകൊണ്ടാണെന്നറിയോ ഈ വാലിക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഒരിക്കൽ ബ്രിട്ടീഷ് മൗണ്ടൈനറായ ഒരു ഫ്രാങ്കസ് സ്മിത്തും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ഇവിടെ അടുത്തൊരു മൗണ്ട് ക്യാമറ്റ് എന്നൊരു പർവ്വതം കീഴടക്കി വരുന്ന വഴിയിൽ അവർക്ക് ഈ മലകൾക്കിടയിൽ വഴി തെറ്റിയിട്ടാണ് അവർ ഈ വാലിയിൽ എത്തിപ്പെടുന്നത്. അന്ന് ഇങ്ങനെ ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ താഴ്വര കണ്ടിട്ട് ഈ ഫ്രാങ്കസ് സ്മിത്ത് നൽകിയ ഒരു പേരാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും വാലി ഓഫ് ഫ്ലവേഴ്സ് ഓർക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പൂന്തോട്ടത്തിൽ ഏകദേശം 600-ൽ പരം പൂക്കളുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ പൂക്കളൊന്നും നമ്മൾ പരമാവധി പറിക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞിട്ടേ വീടുള്ളൂ പറിക്കരുതെന്ന്. എങ്കിലും ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ വാലിയിലൂടെ ഈ പൂക്കളൊക്കെ കണ്ടു കിടക്കുന്ന സമയത്ത് അതിൻ്റെ താഴ്വാരത്തായിട്ട് ഒരു കല്ലറ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കല്ലറ എന്ന് പറയുന്നത് ജുവാൻ മാഗ്രറ്റ് ലെഗി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ബോട്ടണിസ്റ്റിൻ്റെതാണ്. പണ്ട് ഈ വാലിയിൽ ഗവേഷണത്തിനായിട്ട് വന്ന സമയത്ത് ഇവിടെ കാലുവഴുതി വീണ് അപകടം സംഭവിച്ചൊരു സ്ത്രീയാണത്. അതുകൊണ്ട് തന്നെ പിന്നീട് തിരിച്ചിവിടുന്ന് ബോഡി കൊണ്ടുപോകുന്ന ദുഷ്കരം ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ അത് മറവ് ചെയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ആ പുള്ളിക്കാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചൊരു കല്ലറയാണത്. ഈ കല്ലറ കണ്ടു കഴിഞ്ഞ് നമ്മൾ മേലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒരു ഗ്ലേഷ്യർ കാണാൻ വേണ്ടിയിട്ട് ദൂരെ ഒരു മഞ്ഞുമലയിൽ നിന്ന് പുഴയൊഴുകി വരുന്നൊരു ദൃശ്യമുണ്ട്. ആ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ റിവർ ബെഡിലെത്തും. തണുത്തുറഞ്ഞു വരുന്ന വെള്ളമാണ്. ആ വെള്ളത്തിലിരുന്ന് ആ വെള്ളത്തിൻ്റെ സൈഡിലിരുന്ന് കഥ പറയാനും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പോകാം. നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാലിയിലധികം സമയം കളയരുത്, നേരത്തെ തിരിച്ചു പോകണമെന്ന്. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് ഇത് കാണാതെ പോകുന്നത് ബുദ്ധിമുട്ടാണെന്നും നമുക്ക് അത്ര വിഷമമുള്ളതുകൊണ്ട് ഞങ്ങളിത് കാണാൻ വേണ്ടി പോയി. ആ റിവർ ബെഡിലിരുന്ന് കുറച്ച് നേരം കൊണ്ടുവന്ന കപ്പലണ്ടിയും മിഠായിയെല്ലാം പറഞ്ഞ് കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സമയം കളഞ്ഞു. പിന്നീട് തിരിച്ചിറങ്ങേണ്ട ഓർമ്മ വന്നപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഹിമാലയൻ റീജിയനിൽ ഒരു ട്രെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതും തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ട്രെക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വാലി ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഇനി ബസ്സിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ട്രെയിന് വരുവാണെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ചിലവിൽ നമുക്കിത് പ്ലാൻ ചെയ്യാനും പറ്റും. ഏകദേശം നാട്ടിലെ ഒരു 5000 രൂപയ്ക്ക് നമുക്ക് ഈ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാം. ഇനി ഫ്ലൈറ്റാണ് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡൽഹിക്ക് ഫ്ലൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡെറാഡൂണിലോട്ട് ഫ്ലൈറ്റ് എടുക്കാം. ഏകദേശം 5500 മുതലാണ് വൺ സൈഡ് നമുക്ക് ടിക്കറ്റ് വരുന്നത്. ഒരു 12000 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടും നമുക്ക്. ഏകദേശം ഒരു 15000 രൂപയിൽ നമുക്ക് ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ നമുക്ക് ഈ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ട്രെയിനാണ് കേട്ടോ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, കോസ്റ്റ് കുറവാണ്. ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസൊക്കെ തരാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യണേ.